പ്രയാസകരമായിരുന്നു. പാഠഭാഗങ്ങൾ ഒന്നും തന്നെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. എന്നാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് NCERT നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാഠഭാഗങ്ങളിലെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഈ പരീക്ഷയ്ക്ക് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പം അത് മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ എല്ലാവരും പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 3 നോക്കാം. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ലൈക്ക് നെർവസ് സിസ്റ്റം, endocrine system also in an organ system that controls and coordinated body functions. This system includes endocrine glands and its secretions called hormones. Hormones act as chemical messages that regulate cellular activities, while pheromones are chemical substances that are secreted by certain animals to the surroundings to facilitate communication. അതായത് നമുക്കറിയാം, നെർവസ് സിസ്റ്റത്തെ പോലെ തന്നെ ബോഡി ആക്ടിവിറ്റീസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ ഗ്ലാൻഡും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും ഉൾപ്പെട്ടതാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം. സെല്ലുലാർ ആക്ടിവിറ്റീസിന് ആവശ്യമായ രീതിയിലുള്ള കെമിക്കൽ മെസ്സേജസ് നൽകുന്ന ജോലിയാണ് ഹോർമോണുകൾക്കെങ്കിൽ, ആനിമൽസിനെ സറൗണ്ടിങ്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന കെമിക്കൽ മെസ്സേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് ഫിറമോണുകൾക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫിറമോണുകളും ഹോർമോണുകളും ഒക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റഡി നോട്ട്സിലേക്ക് പോകാം. ഹ്യൂമൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസുമാണ്. ഫസ്റ്റ് പാൻക്രിയാസ് ആണ്. പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ആൻഡ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയും അതുപോലെ ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്ലൂക്കോഗോൺ ആണ്. ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അപ്പോൾ ഗ്ലൈക്കോജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും അതുപോലെ തന്നെ അമിനോ ആസിഡ്സിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയും ചെയ്യുന്ന ജോലിയാണ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റേത്. നെക്സ്റ്റ് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. ലോവേഴ്സ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാത്തോർമോൺ. പാരാത്തോർമോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കാൽസിറ്റോണിൻ സഹായിക്കുന്നു, കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ പാരാത്തോർമോൺ ഹോർമോൺ സഹായിക്കുന്നു. അപ്പോൾ ഇവ രണ്ടുപേരും കൂടുകയും കുറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാലൻസ് ചെയ്യാനാണ് ഈ രണ്ട് ഹോർമോണുകളും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്, പല ഗ്രോത്ത് ഹോർമോൺസ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്. ഈ ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇത് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോണാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീപ്പായിട്ട് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. TSH, SH എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഇതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു സയൻസ് സ്റ്റേഷനകത്ത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ ഇച്ചിരി ഒരുപാട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്ലാസ് കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പോണക്ക് മനസ്സിലാവുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്കൊരു ഡിസീസ് നോക്കാം. ഡയബറ്റീസ്. The condition when the level of glucose before breakfast is above 126 mg per 100 ml of blood. Reason: decreased production of insulin, inability of cells to utilize the insulin produced. Symptoms എന്താണ്? Increased appetite and thirst and frequent urination. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് 100 മില്ലി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിലുള്ള അവസ്ഥയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളുടെ തകർച്ച മൂലം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വർദ്ധിച്ചു വരുന്ന വിശപ്പ്, ദാഹം, കൂടെയുള്ള യൂറിനേഷൻ, ഫ്രീക്വൻറ്റ് യൂറിനേഷനുമൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ ഈ രോഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസീസാണ് ഡയബറ്റീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നും ഇതിനെ പറയുന്നുണ്ട്.
Next disease, gigantism. Increase the production of somatotropin during the growth phase. It leads to the excessive growth of the body. This condition is called gigantism. അതായത് ഗ്രോത്ത് ഫേസിൽ നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതിൻ്റെ ഫലമായി ബോഡിയിലേക്ക് അധിക വളർച്ചയുണ്ടാവുകയും ചെയ്യുന്നു ബോഡിയുടെ. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജൈജാൻറ്റിസം അഥവാ ഭീമാകാരത്വം. വലിയ രീതിയിൽ വളർച്ചയുണ്ടാവുന്നതാണ് ജൈജാൻറ്റിസം. നെക്സ്റ്റ്, ഡ്വാർഫിസം. Decrease the production of somatotropin during the growth phase leads to stunted growth. അതായത് ഗ്രോത്ത് ഫേസിൽ തന്നെ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ തൻഫലമായിട്ട് വളർച്ച മുരടിക്കുകയും അങ്ങനെ വളർച്ച മുരടിച്ചു പോകുന്ന അവസ്ഥയാണ് ഡാർഫിസം അല്ലെങ്കിൽ വാമനത്വം എന്ന് പറയുന്നത്. ദെൻ അക്രോമെഗാലി. The conditions caused by the excessive production of somatotropin after the growth phase. It is characterized by the growth of the bones on the face, jaws and fingers. അതായത് ഗ്രോത്ത് ഫേസിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുകയും തൻഫലമായിട്ട് മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ കൂടുതൽ വളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിറമോൺസ്. Chemical substances that are secreted by certain animals to the surroundings to facilitate communication are called pheromones. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ആനിമൽസ് സറൗണ്ടിങ്സിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫിറമോണുകളുടെ ഉപയോഗങ്ങളൊക്കെ നോക്കാം. യൂസസ് ഓഫ് ഫിറമോൺസ്. ഫിറമോൺസിൻ്റെ ഉപയോഗങ്ങൾ. ഫസ്റ്റ്, അട്രാക്റ്റിംഗ് മെയ്റ്റ്സ്. അവരുടെ ഇണകളെ അട്രാക്റ്റ് ചെയ്യാനും ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ഫുഡിൻ്റെ അവൈലബിലിറ്റി മറ്റുള്ളവരെ അറിയിക്കാനും ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവലിൻ്റെ പാത്ത് വഴി നിർണ്ണയിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ് അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാനും ഒക്കെ അവർ ഫിറമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഫിറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. മസ്ക് ഡീർ, നമ്മുടെ കസ്തൂരിമാൻ എന്ന് പറയും. കസ്തൂരിമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മസ്കോൺസ് ഉണ്ട്. കസ്തൂരി ഒരു ഫിറമോൺസ് ആണ്. അതുപോലെ സിവറ്റിക്കാറ്റ്, വെരുകു പ്രൊഡ്യൂസ് ചെയ്യുന്ന സിവറ്റോണ്. ഫീമെയിൽ സിൽക്ക് മോത്ത് ഉണ്ട്. ഈ പെൺ പട്ടുനൂൽ പുഴു പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോംബിക്കോൾ. ഇതെല്ലാം ഫിറമോണുകൾക്ക് എക്സാമ്പിളുകളാണ്. പ്ലാന്റ് ഹോർമോൺസ്. Plant hormones control and coordinate life activities in plants. These are also called plant growth regulators. അപ്പോൾ പ്ലാന്റ് ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ് പ്ലാന്റ് ഹോർമോൺ. ഇവരെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. പ്ലാന്റ് ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സൈറ്റോകൈനിൻ. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ ഇതൊക്കെയാണ് സൈറ്റോകൈനിൻ്റെ ഫങ്ഷൻ. കോശ വളർച്ചയ്ക്കും കോശ വിഭജനത്തിനും ഒക്കെ സഹായിക്കുന്നവരാണ് സൈറ്റോകൈനിൻ. നെക്സ്റ്റ്, ഓക്സിനാണ്. പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, ഫ്രൂട്ട് ഫോർമേഷൻ. അതായത് ടെർമിനൽ ബഡ്സിൻ്റെ വളർച്ചയ്ക്കും ഫ്രൂട്ട് ഫോർമേഷനും സഹായിക്കുന്നവരാണ് ഓക്സിൻ. നെക്സ്റ്റ്, ഗിബർലിനാണ്. സ്പ്രോട്ടിംഗ് ഓഫ് ലീവ്സ്, ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ. വിത്ത് മുളയ്ക്കാനും ഇല വിരിയാനും ഒക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ഗിബർലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എത്തിലീനാണ്. റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകളും പഴങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാകമാകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നവരാണ് എത്തിലീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അബ്സിസിക് ആസിഡാണ്. എന്തിനാണ്? ഡോമൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകളും പഴങ്ങളും ഒക്കെ പൊഴിയുന്നതിന് സഹായിക്കുന്ന അതാണ്. അതുപോലെ എംബ്രിയോയുടെ ഡൊമൻസിക്കൊക്കെ സഹായിക്കുന്നവരാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്ന ഹോർമോൺ. നമുക്കിനി മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പാരാത്തോർമോൺ. പാരാത്തോർമോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡാണ്. അങ്ങനെയെങ്കിൽ ഗ്ലൂക്കോഗോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? അതെ, പാൻക്രിയാസ് ഗ്ലാൻഡാണ് ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്. സെക്കൻഡ്, ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ് ഹോർമോൺസ് ആർ ഗിവൺ. അനലൈസ് ദ ബോക്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ സ്യൂട്ടബിളി. സൈറ്റോകൈനിനും ഓക്സിനുമാണ്. നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന്. ഫ്രൂട്ട് ഫോർമേഷൻ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, സെൽ ഡിവിഷൻ, ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ്, ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, സെൽ ഡിഫറൻസിയേഷൻ. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് സൈറ്റോകൈനിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനുമാണ് സൈറ്റോകൈനിൻ്റെ ഫങ്ഷൻസ്. ഇനി ഓക്സിൻ്റേതോ? ഫ്രൂട്ട് ഫോർമേഷനും ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സുമാണ് ഓക്സിൻ്റെ ഫങ്ഷൻസ്. Then, given in the table below is to growth hormone, complete the table suitably. നമുക്ക് ഗ്രോത്ത് ഹോർമോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സിംറ്റംസും അതിൻ്റെ കണ്ടീഷനും ഒക്കെയാണ്, ഡിസീസസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ആ ടേബിളൊന്ന്.
ഫസ്റ്റ് ഡിസീസ് ജൈജാൻറ്റിസം ആണ്. അതിൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ടില്ല. സിംറ്റംസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് ദി ബോഡി എക്സസീവ് ഗ്രോത്ത് ആവുന്നു. അതിന് കാരണം എന്താണ്? അതിൻ്റെ കണ്ടീഷൻ എന്താണ്? എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. അപ്പോൾ നമുക്കറിയാം സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോണാണ്. ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ജൈജാൻറ്റിസം. അപ്പോൾ കണ്ടീഷൻ ഓഫ് ഹോർമോൺ എന്താണ്? എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡ്യൂറിങ് ദി ഗ്രോത്ത് ഫേസ്. നെക്സ്റ്റ് ഡിസീസ് തന്നിട്ടില്ല. ഡെഫിഷ്യൻസി ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആവുകയൊക്കെ ചെയ്യുന്നു. വളർച്ച മുരടിക്കുന്ന അവസ്ഥ. ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഡ്വാർഫിസം ആണ്. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് ഡ്വാർഫിസം. നെക്സ്റ്റ് അക്രോമെഗാലിയാണ്. അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സസീവ് ഗ്രോത്ത് ഓഫ് ദി ബോൺസ് ഓൺ ദി ഫേസ്, ജോസ്, ഫിംഗേഴ്സ്. ഇതാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഏതിൻ്റെ? അക്രോമെഗാലിയുടെ സിംറ്റംസ്. ദെൻ അനലൈസ് ദ ബോക്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ സ്യൂട്ടബിളി. സൈറ്റോകൈനിൻ, മസ്കോൺ, കാൽസിറ്റോണിൻ, ഗിബെർലിൻ, പാരാതോർമോൺ, സിവറ്റോൺ, എഥിലീൻ, ബോംബിക്കോൾ, ഇൻസുലിൻ. ഇതിനകത്ത് ഹോർമോൺസ് ഏതൊക്കെയാണ്, ഫിറമോൺസ് ഏതൊക്കെയാണ്, പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്നാണ് ഇവരെ നമ്മൾ ഈ ടേബിളിനകത്ത് ആക്കേണ്ടത്. ഹോർമോൺസ് ഏതൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? കാൽസിറ്റോണിൻ ഉണ്ട്, കാൽസിറ്റോണിൻ ഹോർമോണാണ്. പാരാതോർമോൺ ഹോർമോണാണ്. അതുപോലെ ഇൻസുലിൻ. ഇവർ മൂന്ന് വേണം അതിനകത്ത് ഹോർമോൺസ്. ഫിറമോൺസ് ഏതൊക്കെയാണ്? ബോംബിക്കോൾ ഫിറമോൺസ് ആണ്. മസ്കോൺ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് മസ്കോൺ ഫിറമോൺസ് ആണ്. പിന്നെ സിവറ്റോൺ ഫിറമോൺസ് ആണ്. ദെൻ പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? സൈറ്റോകൈനിൻ ഉണ്ട്, അത് പ്ലാന്റ് ഹോർമോണാണ്. ഗിബെർലിൻ പ്ലാന്റ് ഹോർമോണാണ്. ദെൻ എഥിലീനും ആണ് പ്ലാന്റ് ഹോർമോൺ. ഇത്രയാണ് ഇതിനകത്തുള്ളത്. The normal level of two components of human blood given in the table, analyze them and answer the questions. A. 9 to 11 mg per 100 milliliter. B. 70 to 110 mg per 100 milliliter. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. അപ്പോൾ എ 9 to 11 മില്ലിഗ്രാം, 100 മില്ലിലിറ്ററിൽ 9 to 11 മില്ലിഗ്രാം വേണ്ടത് എന്താണ്? നമ്മുടെ ബോഡിയിലെ കാൽഷ്യത്തിൻ്റെ അളവാണ്. നോർമൽ ബ്ലഡ് കാൽഷ്യത്തിൻ്റെ ലെവലാണ് കൊടുത്തിരിക്കുന്നത്. ബി കൊടുത്തിരിക്കുന്നത് 70 to 110 മില്ലിഗ്രാം ആണ് 100 മില്ലിലിറ്ററിൽ. അത് നമ്മുടെ ശരീരത്തിലെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവലാണ്. അപ്പോൾ എ എന്താണ്? കാൽഷ്യത്തിൻ്റെ ലെവലാണ്. ബി ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ഹോർമോൺ വിച്ച് മെയിൻറ്റെയിൻ ദ നോർമൽ ലെവൽ ഓഫ് എ. അപ്പോൾ എ നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതൊക്കെ ഹോർമോൺസ് ആണ്? കാൽസിറ്റോണിനും പാരാതോർമോണും. ഇവരുടെ രണ്ടുപേരുടെയും കമ്പൈൻഡ് ആക്ഷൻ മുഖേനയാണ് നമ്മുടെ ബോഡിയുടെ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഡിസീസ് കോസ്ഡ് ബൈ ദ എക്സസ് ലെവൽ ഓഫ് ബി. അപ്പോൾ ഇനി ബി എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ ലെവലാണെന്ന്. ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ അധികമായാലുണ്ടായെന്ന ഡിസീസ് ഏതാണ്? ഡയബറ്റിസ് ആണ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ അധികമായാലുണ്ടാവുന്ന ഡിസീസ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഹോർമോൺസ് എമംഗ് ദി ഫോളോയിങ്. ഫസ്റ്റ്, ഹോർമോൺസ് ആർ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. സെക്കൻഡ്, ഹോർമോൺസ് ആക്ട്സ് ഓൺലി ഓൺ ടാർഗറ്റ് സെൽസ്. Third, hormones reach the target cells through special tubes. Fourth, hormones are transported through the blood. അപ്പോൾ ഇതിനകത്ത് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ട്രൂ ആയിട്ടുള്ളത്? നമുക്കറിയാം ഹോർമോൺസ് ആർ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയാണ്. ബി എന്താണ്? ഹോർമോൺസ് ആക്ട് ഓൺലി ഓൺ എ ടാർഗറ്റ് സെൽസ്. അപ്പോൾ അത് അതിൻ്റെ ടാർഗറ്റ് സെല്ലിൽ വരുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആവത്തുള്ളൂ നമുക്കറിയാം ഹോർമോൺസ്. അപ്പോൾ ബിയും ട്രൂ ആണ്. സി എന്താണ്? ഹോർമോൺസ് റീച്ച് ദി ടാർഗറ്റ് സെൽസ് ത്രൂ സ്പെഷ്യൽ ട്യൂബ്സ്. സ്പെഷ്യൽ ട്യൂബ്സിലൂടെയാണോ ഹോർമോൺസ് വരുന്നത്? അല്ല. അപ്പം സി ഫാൾസ് ആണ്. ഇനി ഡി എന്താണ്? ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. അത് നമുക്കറിയാം, ബ്ലഡിലൂടെയാണ് ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി? മൂന്നാമത്തേതാണ് ശരി. എയും ബിയും ഡിയും ആർ ട്രൂ. സെവൻത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് അതേഴ്സ്. ഓക്സിൻ, എഥിലീൻ, സൈറ്റോകൈനിൻ ആൻഡ് ഗിബെർലിൻ. ഇതിനകത്ത് ഓഡ് വൺ പറയുന്നത് എഥിലീൻ ആണ്. അതേഴ്സ് ആർ സ്റ്റിമുലേറ്റ്സ് പ്ലാന്റ് ഗ്രോത്ത്. മറ്റുള്ളവരെല്ലാം പ്ലാന്റ് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. എഥിലീൻ ആണെങ്കിൽ ലീവ്സിൻ്റെയും ഫ്രൂട്ട്സിനെയൊക്കെ മെച്ചർ ആവാൻ സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോണാണ്. അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ എഥിലീൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽസ് ഹെൽപ്സ് ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലീവ് ഇൻ കോളനീസ്. അതിൽ ഫസ്റ്റ്,
വിച്ച് കെമിക്കൽ ഹെൽപ്സ് ദം ടു ലിവ് ഇൻ കോളനീസ്? ഏത് കെമിക്കൽസാണ് ഇവരെ കോളനീസായിട്ട് താമസിക്കാൻ സഹായിക്കുന്നത്? ഫിറമോൺസ് ആണ്. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ ഫിറമോൺസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ദിസ് കെമിക്കൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ? അഗ്രികൾച്ചർ സെക്ടറിൽ ഈ ഫിറമോൺസ് എങ്ങനെയാണ് സഹായകമാകുന്നത്? നമുക്കറിയാം, പെസ്റ്റിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെ അട്രാക്റ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്നൊരു രീതിയിൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം സെക്കൻഡ് ആൻസർ ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ഫോർ ദി പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 4 ഫങ്ഷൻസ് ഓഫ് ദിസ് കെമിക്കൽസ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? അട്രാക്റ്റിംഗ് മേറ്റ്സ്, ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ, സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്. ഇതൊക്കെ ഈ ഫിറമോൺസിൻ്റെ ഫങ്ഷൻസ് ആണ്. അതെ, ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഈ ചാപ്റ്ററിനെ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ ചാപ്റ്ററിന്റെ ഫുൾ ക്ലാസ്സുകൾ അടങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായും കാണുക. നല്ല പോണൊക്കെ പഠിച്ച് പരീക്ഷ എഴുതുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട്